നമ്മുടെ ചടങ്ങ് തുടങ്ങുകയാണ്. ഉദ്ഘാടന സഭ ആരംഭിക്കുകയാണ്. സ്വാഗതം ഡോക്ടർ ഭാസ്കരൻ കാരായി. ആദരണീയനായ ശ്രീ സോമേട്ടൻ, ശ്രീ ഗോവിന്ദാചാര്യജി, സദസ്സിലുള്ള ഭാരതീയ വിദ്യാപ്രതിഷ്ഠാൻ്റെ അംഗങ്ങളില്ലാത്ത പ്രതിനിധികളെ, പ്രിയ സഹോദരി സഹോദരന്മാർ, ചെറുതെങ്കിലും സുദൃഢവും ദിശാബോധവുമുള്ള അന്വേഷണാത്മകമായ മനസ്സുമുള്ളവരുടെ ഒരു ധൈഷണിക കൂട്ടായ്മയാണ് ഭാരതീയ വിദ്യാപ്രതിഷ്ഠാനം. ഈ സംഘടനയുടെ 5ാം വാർഷികത്തിൽ എത്തി നിൽക്കുന്ന ഈ സമ്മേളന ഘട്ടത്തിൽ അത് യുക്തി വിചാരത്തിൽ അധിഷ്ഠിതമായ ചിന്തയുടെ സ്ഫുരണങ്ങൾ കേരളമെമ്പാടും ജ്വലിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. ലോകത്ത് ഇന്ന് ജീവിക്കുന്ന 750ഓളം കോടി മനുഷ്യരൂപങ്ങളിൽ ഏതാണ്ട് മനുഷ്യർ എന്ന വാക്കിന് അർഹതപ്പെട്ടവർ ഏതാണ്ട് 20% താഴെ വരും. ബാക്കി മുഴുവനും മനുഷ്യനെന്ന പേരിന് യോജിക്കാത്ത ചിന്തകളും മനസ്സും കർമ്മവും കൊണ്ട് ഈ ലോകമാകെ തന്നെ വിനാശകരവും കലാപകലുഷിതവുമാക്കി തീർക്കുന്നവരാണ്. ചിന്താ സ്വാതന്ത്ര്യത്തെയും യുക്തിബോധത്തെയും ഇല്ലായ്മ ചെയ്യുന്ന എല്ലാ സംഘടിതവും അസംഘടിതവുമായ സ്വാധീന ശക്തികളിൽ നിന്ന് ഉള്ള പരിപൂർണമായ മോചനവും സ്വാതന്ത്ര്യം കൊണ്ട് മാത്രമേ മനുഷ്യന് സാർത്ഥകമായി മുന്നേറാനാവൂ. ഈ ജഗത്തിലാകെ തന്നെ സർവചരാചരങ്ങൾക്കും ഹിതകരമായ കർമ്മങ്ങൾ ചെയ്ത് വിശ്വോത്ക്രാന്തിക്ക് പൂരകമായി ജീവിക്കുന്നവരത്രേ മനുഷ്യർ. ഭാരതീയ വിദ്യാപ്രതിഷ്ഠാനം അത്തരത്തിലുള്ള ഒരു ലോകത്തിനു വേണ്ടി കർമ്മം ചെയ്ത് ജീവിക്കുന്നവരാണ്. സ്വകര സംഘം പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എൻ്റെ കടമ ഇവിടെ കൂടിയിരിക്കുന്നവരെ സ്വാഗതം ചെയ്യുകയാണ്. പ്രൗഢമായ ഈ വേദിയിലെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് നാം സ്നേഹപൂർവ്വം സോമേട്ടൻ എന്ന് വിളിക്കുന്ന TR സോമശേഖരൻ അവർകളാണ്. സോമേട്ടൻ പറവൂർ സ്വദേശിയാണ്. ഭൗതികശാസ്ത്രത്തിൽ ബിരുദധാരിയായ അദ്ദേഹം FACTയിൽ ഒരു കെമിസ്റ്റായി ജോലി ആരംഭിച്ചു. തൻ്റെ പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത് ഭാരതീയ ജനസംഘത്തിൻ്റെ ഭാഗമായി അവിടെ വെച്ചാണ്. അടിയന്തരാവസ്ഥക്കാലത്ത് ഏതാണ്ട് 12.5 മാസം മിസാ തടവ് അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട്. 1986 ആ ജോലി രാജിവെച്ച് RSSന്റെ സജീവ പ്രചാരകനായി തീർന്നു. തുടർന്ന് സംസ്ഥാന ഭൗതിക ശിക്ഷക് പ്രമുഖായി, കേസരിയുടെ ചീഫ് എഡിറ്ററായി, പിന്നീട് ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറിയായി പ്രവർത്തിച്ചു. 2012 അദ്ദേഹം മറ്റൊരു തലത്തിൽ തൻ്റെ കർമ്മമണ്ഡലം വ്യാപിക്കുകയും ഭാരതീയ വിദ്യാപ്രതിഷ്ഠാനത്തിൻ്റെ കുലപതിയായി പ്രവർത്തിച്ചു വരികയും ചെയ്യുന്നു. ഒരായുഷ്കാലം മുഴുവൻ മനനം കൊണ്ടും ധ്യാനം കൊണ്ടും മുൻപേ ജീവിച്ച മഹത്തുക്കളുടെ ചിന്തകളെയും ജ്ഞാനത്തെയും വിശകലനം ചെയ്ത് നമുക്ക് ഗ്രാഹ്യമായ ഭാഷയിൽ സോമേട്ടൻ പകർന്നു തരുന്ന അറിവാണ് നമ്മുടെ ഏറ്റവും വലിയ കരുത്തും സമ്പത്തും. സോമേട്ടനെ ആ മഹാമനീഷിയെ ഞാൻ ഈ അധ്യക്ഷവേദിയിൽ സഹൃദയം സ്വാഗതം ചെയ്യുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ KN ഗോവിന്ദാചാര്യയാണ്. അദ്ദേഹത്തെ കുറിച്ച് ധാരാളം പറഞ്ഞു കേട്ടതും അറിവേ എനിക്കുണ്ടായിരുന്നുള്ളൂ.
രാവിലെ അദ്ദേഹത്തെ മുറിയിൽ പോയപ്പോൾ 2-3 മിനിറ്റ് സംസാരിക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചു. ഞാൻ കരുതിയത് ധൈഷണികമായി ഉന്നതങ്ങളിൽ നിന്നുള്ള കർമ്മം നടത്തിയിരുന്ന ആ അദ്ദേഹത്തോട് എന്താണ് സംസാരിക്കുക, അദ്ദേഹം എങ്ങനെയാണ് സംസാരിക്കുക എന്നായിരുന്നു. ഞാൻ കണ്ടപ്പോൾ ഏറ്റവും ലളിതമായ ഭാഷയിൽ ലളിതമായ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സാകെ അലിഞ്ഞു. അദ്ദേഹത്തോട് ഞാൻ നാട് എവിടെയാണ് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ നാട് ഒന്നുമില്ല, എനിക്കൊരു വീടില്ല. ഞാൻ ഭാഗികമായി തമിഴ്നാടുകാരനാണ്, അവിടെ എനിക്ക് വീടില്ല. വാരാണസിയിലാണ് കുറേ കാലം പ്രവർത്തിച്ചത്, അവിടെയും വീടില്ല. ഇപ്പം ഡൽഹിയാണ്, അവിടെയും വാടക വീടാണ്. ശരീരം പോലും വാടകയ്ക്ക് എടുക്കുന്ന നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് അദ്ദേഹം ജീവിക്കുന്നത്. എങ്കിലും അദ്ദേഹം ഏറിയ കാലവും വാരാണസിയാണ് അദ്ദേഹത്തിൻ്റെ കർമ്മം കൊണ്ട് സജീവമായിട്ട്. ബനാറസ് ഹിന്ദു സർവകലാശാലയിൽ നിന്നും മാത്തമാറ്റിക്സിൽ 1ാം റാങ്കോടെ അദ്ദേഹം പാസ്സായി. തുടർന്ന് RSSന്റെ പ്രചാരകനായി തീർന്നു. ബീഹാർ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ സേവനം ചെയ്തു. ബീഹാർ വിഭാഗ് പ്രചാരകനായിരുന്നു. ആ കാലഘട്ടത്തിലാണ് EBVPയുടെ പ്രവർത്തനങ്ങളുടെ ചുമതല കൂടി അദ്ദേഹം വഹിച്ചത്. 73-74 കാലഘട്ടങ്ങളിൽ ഗുജറാത്തിലെ ഗവൺമെന്റിനെതിരെ ABVP നയിച്ച അഴിമതി വിരുദ്ധ സമരത്തിന്റെ ബുദ്ധി കേന്ദ്രവും ശ്രീ ഗോവിന്ദാചാര്യായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഭാരതത്തിലുടനീളം ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ നടന്ന ഒരുപാട് സർക്കാർ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ സമരങ്ങളിൽ JPയുടെ ഒരു നിഴലായി എന്നും ഗോവിന്ദാചാര്യ JPയുടെ കൂടെ ഉണ്ടായിരുന്നു. JPയുടെ ഒരുപാട് ലേഖനങ്ങളും പ്രസ്താവനകളും എഴുതിയതും ജനങ്ങൾ പറഞ്ഞു കൊടുത്തതും ഗോവിന്ദാചാര്യായിരുന്നു. പിന്നീട് അടിയന്തര ശേഷം ABVPയുടെ പ്രവർത്തനങ്ങൾക്കായി ഗോവിന്ദാചാര്യ നിയമിക്കപ്പെട്ടു. തുടർന്ന് LK അഡ്വാനിയുടെ സെക്രട്ടറിയായി, BJP ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായി. ഭാരതത്തിലെ ജാതി വ്യവസ്ഥയെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച അദ്ദേഹത്തെ VP സിംഗ് വിശേഷിപ്പിച്ചത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു കമ്പ്യൂട്ടർ ബോയ് എന്നായിരുന്നു. ഒരു സുപ്രധാന ഘട്ടത്തിൽ BJPയുടെ സംഘടനാ സൂത്രധാരകളിൽ പ്രധാനപ്പെട്ട ആൾ ഒന്ന് ഗോവിന്ദാചാര്യയും ഒന്ന് നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുമായിരുന്നു. LK അഡ്വാനി നടത്തിയ പ്രസിദ്ധമായ അയോധ്യ രഥയാത്രയുടെ സൂത്രകാരനും സംഘാടകനും ശ്രീ ഗോവിന്ദാചാര്യായിരുന്നു. BJP കേന്ദ്ര കാര്യാലയത്തിന്റെ മുഖ്യ ചുമതലക്കാരനും അക്കാലത്ത് അദ്ദേഹമായിരുന്നു. പിന്നീട് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ച അദ്ദേഹം സാമൂഹ്യ സേവനത്തിന് മറ്റു തലങ്ങൾ കണ്ടെത്തുകയായിരുന്നു. ഭാരത വികാസ് സംഘം എന്ന പേരിൽ ഒരു പുതിയ സംഘടന അദ്ദേഹം രൂപീകരിച്ചു. സാമൂഹ്യ സേവന തൽപരരായ നേതാക്കളെ കണ്ടെത്തി, ജനപക്ഷത്ത് നിന്ന് ചിന്തിക്കുന്ന നേതാക്കളെ കണ്ടെത്തി, കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിച്ച് ദേശീയവാദികളായ നേതാക്കളെ കണ്ടെത്തി അവരെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത്. സാമൂഹ്യ നവോത്ഥാനത്തെക്കുറിച്ചും ആഗോളവൽക്കരണത്തിന് ശേഷം ഭാരതത്തിൽ വിദേശ കുത്തകൾ നടത്തുന്ന മഹാവിപത്തിനെ കുറിച്ചും ആഴത്തിൽ പഠിച്ച ഗോവിന്ദാചാര്യ അതേക്കുറിച്ച് ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തു. വ്യത്യസ്ത മേഖലകളെക്കുറിച്ച് നമ്മോട് ഇന്നിവിടെ സംസാരിക്കാനെത്തിയ ഒരുപാട് ശ്രേഷ്ഠരുണ്ട്. അവരെ കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും ഒടുവിൽ ഈ സമ്മേളനത്തിൽ സജീവമായി പങ്കെടുക്കാനെത്തിയ എല്ലാവരെയും ഒന്നുകൂടെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. അടുത്തത് ഭാരതീയ വിദ്യാപ്രതിഷ്ഠാനം സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനും സോഷ്യൽ എഞ്ചിനീയറിംഗ് ഫോർ നാഷണൽ റിനൈസൻസ് എന്ന വിഷയത്തിൽ പ്രബന്ധം അവതരിപ്പിക്കുന്നതിനുമായി ഭാരതീയ
ഭാരതീയ വികാസ് സംഘ് ദേശീയ കൺവീനർ ശ്രീ KN ഗോവിന്ദാചാര്യനെ സ്വാഗതം ചെയ്യും. ഓം വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. Respected Shri Swametanji, who is the moving spirit of Vichara Pratishthanam, my friend Dr. Bhaskaranji, eminent people in this August gathering, elders, Matra Shakti, and friends. We are all in an era of transition, era which will usher in a paradigm shift at the civilizational level and beyond. Naturally, there will be a kind of leaderlessness, an era of conflicts, confusions, contradictions. In this era of transition, one has to evolve himself or herself as the custodian and also a responsible authority for the thought process which has to be a part of out-of-box thinking. Thinking big, thinking different, at times radical or drastic. Because era demands liberation of the thought process, which unfortunately, as the time passes, is in the shackles of ritualism, obscurantism, and in that things lose their shape, thoughts, their purposefulness also. We continue to do certain things because we have been continuing to do. Understanding the reason behind all that requires what is called out-of-box thinking. In this era of the mesh of rituals, purpose is lost. As you know, once a pilgrim was going in Rameshwaram to take a dip in the Samudram, and he had his own patram of Ganga Jala. Where to keep it while he was taking bath? So he thought to keep it at the shore. The patram was closed. So he just dug and then put this patram there. And for identifying the place, he just built a small gopuram over that of sand. Then he proceeded towards the water for taking bath. In between, behind him, some people were coming again for taking bath. After taking bath, they would have gone to the temple. When they saw from a distance that this person is building some gopuram of sand, they thought it is a part of tradition. We also should do. So they also came near. They also, each one,
made a gopuram for himself or herself, just besides the original one. And they also went to the ocean for taking bath. The first person returned. Now he stood confused. Which one of the gopuram lies my Kalasham? He was confused and he was searching. Ultimately, he located perhaps beneath this lies my Patram. But as soon as he proceeded towards that, somebody shouted from the beach and river to the ocean bank, "Don't touch that, that is mine." So wherever he went, he found the protests. Ultimately, to save his own self, he relinquished that Kalasham, Patram, and went back. This is called ritualism, without understanding the purpose. And the whole humanity, if it is caught in different types, so that creates a gap between the myth and the reality, or a gap between perceptions and realities. In all this, ultimately, the dictate of Buddha has to prevail. When Buddha was to breathe his last, he was lying down in parinirvana mudra like this. Then his disciple Ananda asked that now you are leaving us, which way should go, what direction should we take? Buddha replied, you all move in the sunlight in a particular direction together. Then he said, again Ananda asked that in the evening we don't have any sunlight, in the night also. So then how to move about? Then he said, don't worry. There will be light of the moonlight. Take that, accept that and proceed. Again the question arose, if there is cloud and that obstructs the moonlight, so in the darkness how should we proceed? Buddha replied, light a small lamp. In the light of that lamp, move towards the goal. Then also question did not cease. The further question was, if because of breeze the light is put off, the lamp is put off, then how to move? Then came the final reply, Atma Deepo Bhava. By your own conscience, move ahead. You will get the path based upon your own inner self. That, I feel, is today's the present requirement also. And for that, one needs courage, initiative, and experimentation. Sahas, Pahal, or Prayog. Learning from experiments and experiences thereby. And then each one has to follow his own or her own. And if that be so, then the next formula comes. Samvad, dialogue. Sahamati, points of agreement. Sahakarya, moving ahead on those points. And for all this, what is called Vade Jayate Tattva Bodha. Be firm on what you think and what you say. But being firm need not make you arrogant or obstinate. Having confidence unto your own and having respect for other views. Because we alone may not be handed over the full truth perhaps. So we have to share, try to understand. And if for amicable understanding, a sense of respect towards those
who may differ. So according respect to the different ideas or opposing ideas, counters, that also may enrich the final wisdom and may lead us to light.